കവിയും എഴുത്തുകാരനുമായിരുന്ന ചാത്തന്നൂർ മോഹന്റെ 8ാം അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി എഴുത്തുകാരി ഇന്ദു മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതലമുറയുടെ വാഗ്ദാനമായ എഴുത്തുകാരൻ അമലിന്റെ പുസ്തകമായ ഉരുവത്തിന് പുരസ്കാരം സമ്മാനിച്ചു. ചാത്തന്നൂർ മോഹനുമായി വ്യക്തിപരമായി ഒരു അടുപ്പമാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്ദു മേനോൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സർഗസൃഷ്ടികളുടെ പ്രതിഫലനം ഭാര്യ ജയയിൽ നിന്നുമാണ് കൂടുതൽ മനസ്സിലാക്കിയത്. അതിതീക്ഷ്ണമായ പ്രണയത്തിന്റെ വൈകാരിക ബന്ധമാണ് ഇവരിൽ ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞു. ചാത്തന്നൂർ മോഹൻ എന്ന കാമകനെ നന്നായി അറിയാം. ചാത്തന്നൂർ മോഹൻ എന്ന് പറയുന്ന ഭർത്താവിനെ നന്നായി അറിയാം. ചാത്തന്നൂർ മോഹൻ എന്ന് പറയുന്ന അച്ഛനെ നന്നായി അറിയാം. വളരെ വ്യക്തിപരമായ ഒരു അടുപ്പമാണ് എനിക്ക് ചാത്തന്നൂർ മോഹൻ വ്യക്തിയോട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ എഴുത്തുകളിൽ ഞാനിങ്ങനെ ആലോചിക്കും, ഈ പ്രായത്തിൽ ഇമ്മാരി പ്രേമുള്ളവർക്ക് ലവിങ് കപ്പിൾസ് ആണ്. ഞാൻ എപ്പോഴും അസൂയയോട് കൂടിയാണ് നോക്കുക. ഞങ്ങളുടെയൊക്കെ ജനറേഷന് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ള അതിതീവ്രമായ വളരെ സത്യസന്ധമായിട്ടുള്ള ഞാനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചേച്ചിയുടെ ഒന്ന് പോയി നോക്കുക എമ്മാരി പ്രേമാണ്. അപ്പൊ ആരോ എന്നോട് കമ്പനി ഭയങ്കര ലവിങ് കപ്പിൾസ് ആണല്ലേ അവർ ഭയങ്കര ലവിങ് കപ്പിൾസ് ആണ്. ആ രീതിയിൽ എനിക്ക് ഓരോ കാര്യങ്ങളും അറിയാം. ലവ് ലെറ്റർ കൊടുത്തത്, ഓടിപ്പോയത്, അച്ഛൻ വഴക്ക് പറഞ്ഞത്, ചേച്ചി ഓടിപ്പോയി, സന്ധ്യക്ക് പോയി, അത് പോയി, പിന്നെ കത്തുകൾ ഒരുപാട് എഴുതിയത്, ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചത്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചാത്തന്നൂർ മോഹൻ എഴുതിയതൊന്നും അറിയില്ല. ഒരിക്കലെങ്കിലും പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് ചാത്തന്നൂർ മോഹനെ ഒരിക്കലും മറക്കാനാവില്ലെന്ന് ഡോക്ടർ കെ പ്രസന്നരാജൻ പറഞ്ഞു. വലിയ കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു, അധ്യാപകനായിരുന്നു ചാത്തന്നൂർ മോഹൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മോഹൻ. തൻ്റെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഒരു സമ്മാനം കിട്ടുകയോ അവർക്കൊരു സമ്മാനം കിട്ടുകയോ ഒരു പ്രശസ്തി പത്രം കിട്ടുകയോ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ മോഹന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ആരെയെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും പ്രതികരിച്ചു. അദ്ദേഹം ഈ സാഹിത്യ പത്രപ്രവർത്തനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ ആദ്യകാലത്താണ്. ആദ്യകാലത്ത് അദ്ദേഹം മറ്റുകാരെ അറിയുന്ന പോലെ മലയാള നാട്ടിൽ ആദ്യം സബ് എഡിറ്ററായി, പിന്നീട് അദ്ദേഹം പിന്നെ എഡിറ്റർ തന്നെയായി, മലയാള നാടിൻ്റെ എഡിറ്റർ തന്നെയായി. എസ് കെ നായർക്ക് മരിച്ചതിന് ശേഷം അദ്ദേഹം എഡിറ്റർ തന്നെയായി കുറച്ചു കാലം മാസിക മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപക്ഷെ ആ മാസിക നിന്നിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ പത്രാധിപരായിട്ട് മാറുമായിരുന്നു എന്നുള്ളതാണ് സാധ്യത. മോഹന് മറ്റ് പലതുണ്ടായിരുന്നെങ്കിലും ജന്മം കൊണ്ടൊരു കവിയായിരുന്നു എന്ന് ചവറ കെ എസ് പിള്ള പറഞ്ഞു. ആ കവിത്വം ജന്മം കൊണ്ടുള്ള വരദാനമായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഏറ്റവും വലിയ കഴിവ് സ്നേഹ മനസ്സായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ, നല്ല കുടുംബം, നല്ല സൗഹൃദങ്ങൾ, എൻ്റെ പ്രവർത്തന മേഖലയിലുള്ള നേട്ടങ്ങളൊക്കെ തന്നെയും മോഹൻ കൈവരിച്ചത് എൻ്റെ ഈ നല്ല മനസ്സ്. ടി കെ വിനോദൻ, ചാത്തന്നൂർ വിജയനാഥ്, ആശ്രാമം ഭാത്തി, ജി ബിജു, പെരുമ്പഴ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് അമൽ മറുമൊഴി നടത്തി. തീക്ഷ്ണമായ അനുഭവമാണ് ഒരു എഴുത്തുകാരനാകാൻ വഴിയൊരുക്കിയതെന്ന് അമൽ പറഞ്ഞു. കാലം മാറുമ്പോൾ എഴുത്തിലും ആ മാറ്റം അനുഭവപ്പെട്ടു. പഴയ ഒരു സംസ്കാരം ഇന്നത്തെ രചനകൾക്ക് അവകാശപ്പെടാനാവില്ല. എല്ലാം നൈമിഷികമാണ്. ഏത് ജീവിത സാഹചര്യത്തിലും എഴുത്തിൽ അഭിനിവേശമുണ്ടെങ്കിൽ എങ്ങനെയോ എഴുതാമെന്ന് അമൽ പറഞ്ഞു. അമ്മ ഇപ്പോൾ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛനാണെങ്കിൽ ചെമ്പഴന്തി എസ്.എൻ. കോളേജിൽ ഡിഗ്രി പോയിട്ടുണ്ട്. അപ്പം തന്നെ ഒരു ഭയങ്കര ഒരു വൈരുദ്ധ്യം, ഫാമിലിയിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ വേറെ രീതിയിലും അങ്ങേയറ്റം സംഘർഷം വരും. നമുക്ക് ഇപ്പോഴും പരസ്പരം എല്ലാവരും ഭയങ്കര ഓരോ ദ്വീപുകളായി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആകെ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്തിലേക്ക് വരാനോ അങ്ങനെയുള്ള യാതൊരു പശ്ചാത്തലങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് കിട്ടിയ അല്ലെങ്കിൽ അമ്മ തന്നെ കൊണ്ടുവന്ന ഈ ബാലപ്രസിദ്ധീകരണങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഈ കഥകളും അതുപോലെ ചിത്രങ്ങളും കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് ഒരു പക്ഷേ എഴുത്തിലേക്കും വരയിലേക്കും ഒരുപോലെ എന്നെ
കൊണ്ടുവന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു തരിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ കുട്ടിക്കാലത്ത് ഉണ്ടായത്. അതുപോലെ അങ്ങനെ ഒരു അനുഭവമില്ല. അപ്പോൾ ഈ ബാലപ്രതിഷ്ഠകൾ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ജീവിതം മാറി ഇങ്ങനെ മറിയുകയാണ്. തിരുവനന്തപുരം പെരപ്പൻകോട് സ്വദേശിയാണ് അമൽ. 25,000 രൂപയും RK രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകിയത്. വിവിധ രംഗങ്ങളിലെ പ്രമുഖർ, വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ കോപ്പറേറ്റീവ്.